ഹലോ, രാത്രിയാണ്. ഗുഡ് നൈറ്റ് പറയുന്നില്ല, ലാസ്റ്റ് അല്ലേ പറയാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ് തന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് 2025 ലാസ്റ്റ് ദിവസമാട്ടോ, 31 ഡിസംബർ 31. ഇന്നിപ്പോൾ എന്താ വിശേഷം നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നേ. ഇപ്പം ഈ സെലിബ്രിറ്റീസിന് മാത്രം ഡെയിലി നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പറ്റില്ലല്ലോ. എനിക്കും പറയാമല്ലോ, ഞാനും പറയും, എനിക്ക് പറയാനും ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നിങ്ങളത് കേട്ടേ പറ്റൂ. ഓക്കെ, ആരൊക്കെ കേൾക്കണമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ആരായാലും കേട്ടേ പറ്റൂ. ഓക്കെ, ഇന്ന് എനിക്ക് ഒരു ആളോടൊരു അസൂയൊക്കെ തോന്നി. അപ്പം അതിനെ കുറിച്ചൊക്കെ പറയാമെന്ന് വിചാരിച്ച്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു 80s അല്ലെങ്കിൽ 70s ജനറേഷൻസ് ഒക്കെ ഇല്ലേ, അവർ വന്നിട്ട് എൻ്റെ അടുത്തൊരു കോമഡി അടിച്ചു. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട്, കോമഡി എന്നൊന്നുമില്ല, ഒരു ചളി, ഒരു സാധനം, അത്രേ ഉള്ളൂ. അതെന്താണെന്നും കൂടി പറയാം. ഇന്ന് ഞാൻ പാത്രം കഴുകിക്കൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം അടുത്ത കടയിലെ ഒരു ചേട്ടൻ വന്നിട്ട്, ആൾ വന്നിട്ട് ആ കടയുടെ ഓണറാണ്. പുള്ളിക്കാരൻ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ നേതാവൻ കേട്ടാണ് തോന്നുന്നു. JSP എന്ന് മറ്റോണം ആ പാർട്ടിയുടെ പേര്. അപ്പോൾ അയാളുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളോടൊക്കെ സംസാരിക്കും. നമുക്ക് നല്ല ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കേട്ടോ. ഞങ്ങളിവിടെ വന്ന സമയത്ത്, പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്ത്, അവരുടെ പെങ്ങളും അവരുടെ വൈഫും അവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് പൊങ്കാല എങ്ങനെ ഇടുക എന്നൊക്കെ പറഞ്ഞു തന്നത്. അവർ മുസ്ലിംസാണ്, പക്ഷെ അവർക്ക് പൊങ്കാലയൊക്കെ ഇടാനറിയാം. ഇവിടെ വന്നിട്ട് പൊങ്കാല വന്നിട്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇടാം. എല്ലാ ലേഡീസിനും ഇടാം. ലേഡീസ് വന്നിടും. ഭയങ്കര വിശ്വാസമാണ്, അവർക്കും ഭയങ്കര വിശ്വാസം. അവർ കുറേ ചെയ്തിട്ടുണ്ട് ഇത്ര. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറഞ്ഞു തരും. അവർ വന്നിട്ട് മലപ്പുറത്തുള്ള ആൾക്കാരാണ് കേട്ടോ, മുസ്ലിംസാണ്. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കേട്ടോ. അപ്പോൾ നോർമലി ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. അതിൽ വിശേഷമൊന്നും ചോദിക്കാറൊന്നുമില്ല. പിന്നെ വന്നൊരു വിശേഷം ചോദിക്കും. അപ്പോൾ എന്തപ്പോൾ വിശേഷം ചോദിക്കാം, സുഖമാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാ സുഖമാണ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതെന്താ അറിയോ, 2025 ലാസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് ഈ വർഷം നമുക്കിനി വിശേഷം ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഓ ശരി, ആയിക്കോട്ടെ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താ വിശേഷം, സുഖമല്ലേ, സുഖമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് അസൂയ തോന്നിയ കാര്യം അത് പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് വന്നിട്ട് ഒരാളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർപ്രൈസ് ചെയ്യുക, ചോക്ലേറ്റ് ഗിഫ്റ്റ് ചെയ്യുക, പുറത്ത് നൈറ്റിങ് ഔട്ടിങ് പോകാൻ ആളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ അസൂയ. മറ്റുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര അസൂയ. ഇന്നാളെ 1-ാം തീയതി ആയതുകൊണ്ട് ഇതൊക്കെ ആഘോഷിക്കണമെങ്കിൽ ഒരു ലവറൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോകും, സർപ്രൈസ് കൊടുക്കും, ഹാപ്പി ആക്കും, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷെ ചോക്ലേറ്റ് തരാൻ ആരും ഇല്ലാതെ അങ്ങനെ ഒരു അവസ്ഥ.